ഇന്നത്തെ നമ്മുടെ യാത്ര തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേട്ടാ. അപ്പൊ നമ്മള് ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാമലക്കണ്ട യാത്രയില്. അപ്പോ തട്ടേക്കാടിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മാമലക്കണ്ട് പോകുന്ന വഴിയിലാണ് ഈ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ കയറിയത്. അപ്പോ എല്ലാം സെയിം റൂട്ടിൽ തന്നെയാണ്. കോതമംഗലത്ത് നിന്നും 12 കിലോമീറ്റർ ആണ് തട്ടേക്കാടിലേക്കുള്ള ദൂരം. അപ്പോ കോതമംഗലത്ത് നിന്നും തട്ടേക്കാട് കുട്ടമ്പുഴ വഴിയാണ് മാമലക്കണ്ടത്തേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും ആ ഒരു ബേർഡ് സാങ്ച്വറിയിൽ ഒന്ന് കേറി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കൂടിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തട്ടേക്കാട് പോകുന്ന റൂട്ട് ഒരു ഫോറസ്റ്റിന്റെ അകത്തുകൂടിയാട്ടോ. അപ്പോൾ വളരെ മനോഹരമായ ഒരു റൂട്ടാണ്. ഫോറസ്റ്റിന്റെ അകത്തേക്കൂടെയുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആനയൊക്കെ ഇറങ്ങുമെന്നൊക്കെ കുറെ ബോർഡുകൾ കണ്ടു. അതുപോലെ ഈ ഒരു ഫോറസ്റ്റിലേക്ക് അനധികൃതമായിട്ട് കയറുന്നതൊക്കെ കനത്ത ശിക്ഷാ നടപടികളൊക്കെ എടുക്കുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടൊക്കെ പോകുന്നവര് ആ ഒരു ഇതൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ യാത്രകൾ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചെറിയൊരു ഏറുമാടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല മനോഹരമായ ഒരു റൂട്ടാണ് ഈ ഒരു തട്ടേക്കാട് കുട്ടമ്പുഴ ആ ഒരു മാമലക്കണ്ട റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അടിപൊളി വൈബാണ്. അപ്പൊ ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ബ്രിഡ്ജാണ്, തട്ടേക്കാട് ബ്രിഡ്ജ്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് ഇറങ്ങി ചെല്ലുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. അപ്പോൾ കുട്ടമ്പുഴയാണ് ഇതിൽ കൂടെ ഒഴുകുന്നത്. പെരിയാറിന്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ഇറങ്ങി ചെല്ലുന്നതാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കേറി ചെല്ലുമ്പോ തന്നെ ഇവിടെ കുറെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോ കേറി ചെല്ലുമ്പോ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. അപ്പൊ അതിന് സമീപത്തായിട്ട് ഒരു കഫ്റ്റീരിയ കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. ടിക്കറ്റിന് ഒരാൾക്ക് വരുന്ന ചാർജ് 50 രൂപയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ പോകുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ കുറേ ഇങ്ങനെ ഓരോ അനിമൽസും അതുപോലെ തന്നെ ഫിഷ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വന്നപ്പോൾ കുറേ കൂടിനകത്ത് നമുക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു ബോർഡ് മാത്രമേ കണ്ടുള്ളൂ. അതിനകത്തൊന്നും അനിമൽസിനോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. അപ്പൊ ഇവിടെ ഒരു കൂട്ടിനകത്ത് പെരുമ്പാമ്പിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് പെരുമ്പാമ്പിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതിങ്ങനെ കാലിയായിട്ട് കിടക്കുവാണ്. അപ്പൊ അങ്ങനെ കുറെ അനിമൽസിനെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ നമ്മൾ ദേ ഈ ഒരു കൂടിനകത്തേക്ക് വന്നപ്പോഴാണ് ട്ടോ ഈ ഒരു സിംഹവാലൻ കുരങ്ങിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം സ്ഥലങ്ങളിലൊന്നും സിംഹവാലൻ കുരങ്ങിനെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സിംഹവാലൻ കുരങ്ങിനെ കാണുന്നത്. അപ്പൊ നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ട്ടോ. പിന്നെ ഇത് കൂടാതെ ഇവിടെ വെറൈറ്റി ആമകളൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ കഴിയും ട്ടോ. ഇവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനോഹരമായ ഒരു ഓഴിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ നല്ലൊരു ഭംഗിയാട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടർ സലിം അലി സാറിന്റെ ഒരു
ബോർഡും അദ്ദേഹത്തിൻ്റെ വിവരങ്ങളും ആ ഒരു പക്ഷി നിരീക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പക്ഷി നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പക്ഷികളെ കൂട്ടിലടച്ചേക്കുമല്ല, പക്ഷികൾ ദൂരെ നിന്നും വരുവാണ്. അപ്പോൾ നമുക്ക് നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് എത്ര ടൈം വേണമെങ്കിലും ഇങ്ങനെ പക്ഷികളെയൊക്കെ നിരീക്ഷിക്കാം. അപ്പോൾ നവംബർ ടു ജനുവരി ആ ഒരു ടൈമിലാണ് പക്ഷികൾ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിരാവിലെയൊക്കെ വന്നാലാണ് നമുക്ക് പക്ഷികളെയൊക്കെ കാണാൻ പറ്റൂ. അപ്പോൾ ആ ഒരു അതിനോടൊക്കെ ഒരുപാട് താല്പര്യമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്പേസ് ആട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും ആ ഒരു നിരീക്ഷണത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറേ സ്പേസും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവിടെ കുട്ടികളുടെ മനോഹരമായ ഒരു പാർക്കുണ്ട്. ഈ ഒരു പാർക്കിൽ ഒരു ഏറുമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏറുമാടത്തിൽ കയറി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ മനോഹരമായ ഒരു ഏറുമാടമാണ്. സാധാരണ ഏറുമാടങ്ങളിലൊക്കെ നമുക്ക് കയറാനായിട്ട് പെർമിഷൻ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ഏറുമാടത്തിൽ നമുക്ക് കയറാൻ പറ്റും. അതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ വളരെ മനോഹരമായ ഒരു പാർക്കാണ്. അപ്പോൾ ഈ ഒരു പാർക്കിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു ബ്രിഡ്ജും ആ ഒരു പുഴയുടെ വൈബും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്പേസ് ആണിത്. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് പക്ഷി നിരീക്ഷണത്തിനായിട്ട് ഫോറസ്റ്റിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ പോയാൽ നമുക്ക് ധാരാളം പക്ഷികളെയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് നമുക്ക് ആ ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ ഇഷ്ടംപോലെ പക്ഷികളെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അതിരാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ കുറേ ക്ഷമയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അതൊക്കെ കാണാൻ പറ്റൂ. പിന്നെ ഇവിടെ കുറേ ഔഷധ സസ്യങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയവും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈ പാർക്കിൽ കുറേ വെറൈറ്റി ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്. ഇതും നമ്മൾ ആ ഒരു രാവിലെയൊക്കെ വന്നാൽ ഇത് കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു കമ്പി വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു ആറ്റക്കിളിയുടെ കൂട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വളരെ മനോഹരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈ പാർക്കിന് സമീപത്തായിട്ട് ഇതുപോലെ ഒരു നാളിൻ്റെയൊക്കെ മരങ്ങൾ വരുന്ന ആ ഒരു സംഭവങ്ങൾ നക്ഷത്രവനം എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നക്ഷത്രവനം എന്താണെന്ന്. പക്ഷെ നമ്മുടെ ആ ഒരു നാളിൻ്റെ ഇതിൽ വരുന്ന മരങ്ങൾ ഇവിടെ സംരക്ഷിച്ച് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നാളിൻ്റെ കാര്യങ്ങളും അതിന് മാച്ചായിട്ടുള്ള മരങ്ങളുടെ വിവരങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉള്ള വെറൈറ്റി ബട്ടർഫ്ലൈസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ താഴത്തേക്ക് വരുമ്പോൾ ഒരു വനം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് പക്ഷി നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു 2-3 പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഭയങ്കര ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ ഒരു മ്യൂസിയത്തിൽ ഇതുപോലെ കുറേ ബേർഡ്സിൻ്റെ അനിമൽസിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലെ ഒരു എന്താ പറയുക, ഒരു ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നാലും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.